കേരളത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹം മൂവാറ്റുപുഴയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുന്നതിനെക്കുറിച്ച് അനുഭാവപൂർണമായ സമീപനമുണ്ടാകും എന്നുള്ളത് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് അത്ര വലിയ ചർച്ചയൊന്നും നടക്കേണ്ടതില്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ചില തന്ത്രങ്ങളുണ്ട് എന്നുള്ളതാണ് ആളുകളൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കൃത്യമായിട്ട് വരാം. പക്ഷേ അതിനു മുമ്പ് നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ 28ഓളം സ്റ്റേറ്റുകൾ, അതുപോലെ 8 യൂണിയൻ ടെറിട്ടറീസ്, 800-ലധികം ജില്ലകൾ തന്നെയുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ. അപ്പോൾ പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതിനെ നമ്മൾ വിഭജിക്കുന്നു എന്നൊന്നും പറയേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ അഭിപ്രായം. കാരണം ഒരു അഡ്മിനിസ്ട്രേറ്റീവായ ഭരണതലത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും കൂടാതെ വികസനം എല്ലാ പ്രദേശങ്ങളിലേക്ക് എത്തുന്നതിനും അനിവാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപീകരിക്കപ്പെട്ട ഒരു ജില്ല എന്ന് പറയുന്നത് 1984 കാസർഗോഡ് ജില്ലയാണ്. അപ്പോൾ ആ കാസർഗോഡ് ജില്ലയ്ക്ക് ശേഷം നമ്മളൊരു ജില്ലാ വിഭജനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ജില്ലകൾ തമ്മിൽ വിഭജിക്കുകയാണെങ്കിൽ തന്നെ ഒരു 3-4 ജില്ലകൾ കൂടിച്ചേരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് തന്നെ വേണമെങ്കിൽ വടകരയുമായി ബന്ധപ്പെട്ട് ഒരു ജില്ല രൂപീകരിക്കാവുന്നതാണ്. അങ്ങനെ നിരവധി ജില്ലകൾ, തിരുവനന്തപുരത്താണെങ്കിൽ നെയ്യാറ്റിൻകരയിൽ ജില്ല വേണമെന്ന് പറയുന്ന വലിയ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മറ്റ് മലപ്പുറത്താണെങ്കിൽ അവിടെ ഒന്നല്ല, വേണമെങ്കിൽ PMA സലാം പറയുന്ന പോലെ 3 ജില്ലകൾ വരെ രൂപീകരിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ എന്താണെങ്കിലും 19 20 ഒക്കെ ആയി ഇത് കൂടിയേക്കും എന്ന് പറയുന്ന ഒരു പ്രതീതിയാണ് നമുക്കുള്ളത്. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ ജില്ല വേണമെന്ന് വാശി പിടിക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത് 1982 പത്തനംതിട്ട ജില്ല രൂപീകരിക്കുമ്പോൾ തന്നെ അടുത്ത ജില്ല മൂവാറ്റുപുഴയാണ് എന്നുള്ളത് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള K കരുണാകരൻ പറഞ്ഞിരുന്നുവെന്നും, പക്ഷെ പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കൂടാതെ മൂവാറ്റുപുഴയിൽ നിന്നുള്ള വളരെ കുറച്ച് ആളുകൾ പോലും ആ ജില്ല വേണ്ടതില്ല എന്നുള്ള അഭിപ്രായക്കാരുമൊക്കെയാണ്. കാരണം അവരൊരു മെട്രോപൊളിറ്റൻ ജില്ലയായിട്ടുള്ള സിറ്റി ആയിട്ടുള്ള എറണാകുളവുമായി ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് അവരുടെ താല്പര്യം എന്നൊക്കെയാണ് പറയുന്നത്. ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ മൂവാറ്റുപുഴ ജില്ല ആവശ്യപ്പെടുന്നവരുടെ കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും വികസനം എന്ന് പറയുന്നത് എറണാകുളത്തേക്ക് മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് മാത്രം എത്തുകയും അവിടേക്കൊക്കെ വേണ്ടത്ര ശ്രദ്ധ കിട്ടുകയും ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ജനസംഖ്യാപരമായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ മലപ്പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല. കാരണം അവിടെ ഏതാണ്ട് 48 ലക്ഷം 50 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മലപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വിഭജിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ ഒരു ജില്ലാ കളക്ടറേറ്റ് ഓഫീസ് ഒന്നാണ് ഉണ്ടാവുക. പലപ്പോഴും ജനസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള ഉദ്യോഗസ്ഥന്മാരൊന്നും കളക്ടറേറ്റിൽ ഉണ്ടാവില്ല, അതുപോലെ താലൂക്കുകൾ ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ജനങ്ങളൊക്കെ തന്നെ പലപ്പോഴും ചില സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി ചെന്നാൽ മാസങ്ങളോളം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാവും, ജില്ലയുടെ ഒരു വലിപ്പം കൂടുതലാണെങ്കിൽ തന്നെ. അതുകൂടാതെ പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പോലെയുള്ള ഭരണസമിതികളൊക്കെ തന്നെ നിലവിലേക്ക് വരുമ്പോൾ ആ ജില്ലാ പഞ്ചായത്തുകൾക്കാണ് പണം അനുവദിക്കുന്നത്. ഇപ്പോൾ മലപ്പുറം പോലെ അല്ലെങ്കിൽ കുറച്ചുകൂടിയുള്ള ജില്ലാ പഞ്ചായത്തുകൾക്ക്, എറണാകുളത്തേക്ക് ജില്ലാ പഞ്ചായത്തുകൾക്ക് പണം അനുവദിക്കുമ്പോൾ പലപ്പോഴും അതിൽ വികസനം കുറച്ച് ചെറിയ തോതിൽ മാത്രമേ ഇപ്പോൾ മൂവാറ്റുപുഴ പോലെയുള്ള അല്ലെങ്കിൽ പെരുമ്പാവൂർ പോലെയുള്ള മേഖലകളിലേക്ക് എറണാകുളത്താണെങ്കിലും എത്തുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ മലപ്പുറത്തൊക്കെ ഇത്തരത്തിലുള്ള വികസനത്തിൻ്റെ കാര്യത്തിലുള്ള വലിയ ഡിസ്പാരിറ്റീസ് ഉണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്, ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ ജില്ലാ വിഭജനം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് മൂവാറ്റുപുഴ ജില്ലാ വികസനം വലിയ തോതിൽ ചർച്ചയാകുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലുള്ളത് രാഷ്ട്രീയ കാരണമാണ്. ആ രാഷ്ട്രീയ കാരണം, പണ്ട് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ തന്നെ ആ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ AB വാജ്പേയിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ആളുകൾ വരെ വന്ന് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോരുന്നത്. AB വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ആളുകൾ പോലും വന്ന് അവരുടെ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. കൂടാതെ ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ള ആളുകളുമൊക്കെ തന്നെ അതിനെ എതിർത്തിട്ടുണ്ട്. അന്നൊക്കെ തന്നെ ഇത് പാകിസ്ഥാനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിളിപ്പേരുകളൊക്കെ പറഞ്ഞുകൊണ്ടും ഇവിടെ നിന്ന് അത്തരത്തിലുള്ള ഒരു ജില്ല രൂപീകരിക്കുന്നത് അവരെ സഹായിക്കും എന്ന് പറയുന്ന ചില നിലപാടുകളുമൊക്കെ തന്നെ എടുത്തിരുന്നു. പലപ്പോഴും ജില്ലാ രൂപീകരണത്തിൻ്റെ കാര്യത്തിൽ ജനസംഖ്യയോ ഭൂപ്രദേശങ്ങളോ മാത്രമല്ല, മറ്റ് നിരവധി പരിഗണനകൾ കൂടി ഉണ്ടായേ തീരൂ എന്നുള്ളതൊരു വാസ്തവമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് തൊടുപുഴ എന്ന് പറയുന്നൊരു സ്ഥലം നമ്മൾ ഇടുക്കിയോട് ചേർത്ത് വെച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലളിതമാണ് കാര്യങ്ങൾ. കാരണം തൊടുപുഴയും ഇടുക്കിയോട് ചേർത്ത് വെച്ച് തൊടുപുഴ ചേർത്ത് വെക്കാൻ കാരണം
പീരുമേടും ഉടുമ്പൻചോലയും ദേവികുളവും അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഒരു തമിഴ് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആ തമിഴ് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ജില്ല രൂപീകരിച്ചാൽ സ്വാഭാവികമായിട്ട് ആ ജില്ലയ്ക്ക് വേണ്ടി നാളെ തമിഴ്നാട് അടക്കമുള്ള ആളുകൾ ഒരു അവകാശവാദം ഉന്നയിച്ചേക്കുമോ എന്ന് സംശയിച്ചുകൊണ്ടുകൂടിയാണ് അത്തരത്തിലുള്ള പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് തൊടുപുഴ യഥാർത്ഥത്തിൽ എറണാകുളത്തോട് ചേർക്കാവുന്ന, അതുപോലെ കോട്ടയത്തോട് ചേർന്ന് നിന്നിട്ടുള്ള മറ്റ് സ്ഥലങ്ങളൊക്കെ തന്നെ ചേർത്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ജില്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ നേരത്തെ അറിയപ്പെട്ടിരുന്നത് മലനാട് ജില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് ചേർന്ന് വന്നാൽ ആളുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതിലൊരു രാഷ്ട്രീയ തന്ത്രമുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാരംഭ നടപടികൾ ഒരുക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ല വിഭജിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന രാഷ്ട്രീയ എതിർപ്പുകളൊക്കെ മറികടക്കുന്നതിന് വേണ്ടി വളരെ തന്ത്രശാലിയായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചെയ്തിട്ടുള്ള ഒരു പണി എന്ന് പറയുന്നത് മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നു. അപ്പോൾ മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനൊക്കെ വെക്കുന്നു. അങ്ങനെ ഏത് ജില്ലകൾ രൂപീകരിക്കണമെന്ന് പഠനം നടത്തുന്നു. ആ പഠനം നടത്തുന്നതിൻ്റെ ഒപ്പം പ്രാഥമികമായി മുമ്പിലേക്ക് വെക്കുന്ന മൂവാറ്റുപുഴയാണെങ്കിലും രണ്ടാമതായിട്ട് മലപ്പുറത്തേക്കും അതുപോലെ നെയ്യാറ്റിൻകര, തിരുവനന്തപുരവും ഒക്കെ തന്നെ എടുത്തുകൊണ്ട് ഒരു മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് വലിയ പ്രശ്നമുണ്ടാവില്ല എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വി.ഡി. സതീശൻ ഗവൺമെൻറ്റും കോൺഗ്രസും അതുപോലെ UDFും ഒക്കെ ഒരു ധൈര്യം കാണിക്കേണ്ടത് ജില്ലകൾ മാറ്റി പുതിയ ജില്ലകൾ വരുത്തുന്നതിനെയും ഒരു അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകുന്നതിനെയും ഒക്കെ വിഭജനമെന്നും അത് ഏതെങ്കിലും ആളുകൾക്ക് വലിയ പ്രയോജനപ്രദമാകുമെന്നും ഏതെങ്കിലും സമുദായം, പ്രത്യേകിച്ച് ഇപ്പോൾ മലപ്പുറമൊക്കെ വിഭജിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന് വലിയ പ്രയോജനകരമാകുന്നു, അത് മുസ്ലിം ലീഗിന് 2-3 ജില്ലകളിലേക്ക് അപ്രമാദിത്വം ഉണ്ടാകാൻ സഹായിക്കുമെന്നുമൊക്കെ സംഘപരിവാറിൻ്റെ ആളുകൾ ഒരു പ്രചരണം നടത്താനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അങ്ങനെ പ്രചരണം നടത്തുമ്പോൾ പോലും യഥാർത്ഥത്തിൽ അതിനെ പൊളിച്ചു കാണിക്കാനും അങ്ങനെയല്ലെന്നും ഈ പറയുന്ന അവിടെയൊക്കെ ജീവിക്കുന്നതും മനുഷ്യരാണെന്നും അവർക്കെല്ലാം കൃത്യമായിട്ടുള്ള വികസനം എത്തേണ്ടതാണെന്നും ആ വികസനം എത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജില്ലകൾ വിഭജിച്ചേ തീരുമെന്നുള്ളതും അത് അനിവാര്യമാണ് എന്നുള്ളതും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം മൂവാറ്റുപുഴ ജില്ല എന്നൊക്കെ പറഞ്ഞൊരു ചർച്ചയുണ്ടാക്കുകയും ജില്ലാ വിഭജനത്തിൻ്റെ ചർച്ചയുണ്ടാക്കുകയും ആ ജില്ലയുടെ ഈ പറഞ്ഞ പോലെ ചില വിഭജിച്ച് മറ്റു പല ജില്ലകളിലേക്കൊക്കെ എത്തിക്കുന്നതിൽ തന്ത്രമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ അത്തരത്തിലുള്ളൊരു തന്ത്രം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ കൂടാതെ വളരെ വിശാലമായ അർത്ഥത്തിൽ മൂവാറ്റുപുഴ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കലായിട്ടുള്ള പ്രാധാന്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് പുതിയ ജില്ല ഉണ്ടാക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി നല്ലത് പെരുമ്പാവൂരും മൂവാറ്റുപുഴയും കോതമംഗലവും കിടക്കുന്ന കുറച്ചുകൂടി ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ജില്ല ഉണ്ടാക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് തൊടുപുഴ കൂടി ഇപ്പുറത്തേക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് വേണം പലപ്പോഴും ജില്ലകളുടെ വിഭജനത്തെ കാണാൻ. അതിൻ്റെ രാഷ്ട്രീയമായിട്ടൊന്നും ഇപ്പോൾ ഏതെങ്കിലും ജില്ലകൾ വിഭജിച്ചുകൊണ്ട് അവരൊക്കെ കേരളത്തിൽ തന്നെയാണ് ഉള്ളത്, അല്ലാതെ പുറത്തേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഈ ജില്ലാ വിഭജനമൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യമായി കണ്ണോടുകൂടി കാണേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം കറക്റ്റാണ്. കാരണം ഇതൊക്കെ തന്നെ രാഷ്ട്രീയമായി വലിയ ചർച്ചാ വിഷയമാവുകയും വിവാദങ്ങൾക്ക് തിരികൊടുക്കുകയും ഇതിൽ പോലും ഈ പറയുന്ന പോലെ വിഭാഗീയതയും വർഗീയതയും ഒക്കെ വളർത്താനുള്ള സാധ്യതകൾ ആളുകൾ കണ്ടെത്തുകയും ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അത് മലപ്പുറം ജില്ലാ വികസനവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ വലിയ തോതിലുള്ള വിമർശനങ്ങളായി കണ്ടതാണ്. പാകിസ്ഥാനോട് ചേരും എന്നൊക്കെ പറഞ്ഞ വിധത്തിലുള്ള ചില ഡയലോഗുകളൊക്കെ തന്നെ പണ്ട് വിട്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെ പലരും ഉണ്ട്. കൂടാതെ താലിബാൻ എന്നും പാകിസ്ഥാൻ എന്നൊക്കെ വിളിക്കുന്ന ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അത്തരത്തിൽ ഈരാറ്റുപേട്ടയും മലപ്പുറത്തെയും ഒക്കെ അങ്ങനെ വിളിക്കുന്ന നിരവധി ആളുകൾ സ്വാഭാവികമായിട്ടും ഇതിലും ഒച്ചപ്പാടെടുക്കാനും ബഹളമുണ്ടാക്കാനും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ഗവൺമെൻറ് രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി നേരെ പോയി തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. അല്ലാതെ വളഞ്ഞ് മൂക്കെ പിടിക്കേണ്ട ഒരു കാര്യവും ഈ കാര്യത്തിലില്ല.